സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളുടെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. കൊട്ടിക്കലാശത്തിൽ സംസ്ഥാന ദേശീയ നേതാക്കളെ രംഗത്തിറക്കി ശക്തി പ്രകടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കുന്നതിനും കർശന നിരോധനമുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ കൂടി ചേരുന്നുണ്ട്. ഹാൻസ്, അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന ശക്തമായ പ്രചരണം, ഇത്തവണ തീവാറും പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാക്കിയ തരത്തിലുള്ള പ്രചരണം, അതൊക്കെ അവസാനിക്കുകയാണ്. ഇനി കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് മുന്നണികളുടെ കൊട്ടിക്കലാശ പദ്ധതികൾ? ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകാൻ എത്തുന്നത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ഗൗതം, തീർച്ചയായും ഏകദേശം ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് ഇന്ന് അവസാനം കുറിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണി വരെ മുന്നണികൾക്ക് പരസ്യപ്രചാരണം നടത്താം. ശേഷം ഈ വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകിട്ട് 6 മണി വരെ നിശബ്ദ പ്രചാരണം മാത്രമാണ് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 6 മണിക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പൊതുപരിപാടികളോ മറ്റ് പ്രചരണങ്ങളോ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അവസാന ദിവസമായ ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി സംസ്ഥാന ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കിക്കൊണ്ട് പ്രചാരണം കൊഴുപ്പിക്കാൻ തന്നെയാണ് മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിലായി ഈ കൊട്ടിക്കലാശത്തിനുള്ള പരിപാടികൾ ഇതിനോടകം തന്നെ മുന്നണികൾ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്രസേനയും ഒപ്പം തന്നെ പോലീസിനെയും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഈ മലബാർ മേഖലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ രീതിയിലുള്ള സേനയെ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വോട്ടെടുപ്പ് കഴിയുന്ന വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെ എക്സിറ്റ് പോളുകൾ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരോധനവും ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇന്ന് അവസാനം കുറിക്കുന്നത്. അതിനുശേഷം വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പ് ആരംഭിക്കും. അന്നേ ദിവസം വൈകിട്ട് 6 മണി വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. കാരണം അവസാന ദിവസം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് പ്രചരണത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാന ദിവസം പരമാവധി പ്രചരണം നടത്താനാണ് മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം.